ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോളേ ഇന്ന് ഞമ്മക്ക് നല്ലൊരു പണിയുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷെഡിൽ കേട്ടോ, മറ്റു പുതിയ വീട്ടിലല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയ വീട്ടിൽ താമസം മാറിയിലേക്ക് കുടിരിക്കൽ കഴിഞ്ഞോ, കയറി താമസം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി താമസമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് നമുക്ക് ഇനിയിപ്പോഴത്തേക്ക് പുതിയ പേരേക്ക് പോകണമെങ്കിൽ ജനൽപ്പൊടികൾ വെച്ചിട്ടില്ല, അടിപ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് അതിന് കുടിയിരിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞു സ്വർഗത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഈ കുഞ്ഞു സ്വർഗത്തിൽ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ നമ്മളെ വീട്, ഹോം ടൂർ വീട് കണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ 2 റൂമും അടുക്കളയും കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതങ്ങോട്ട് പൊളിച്ച് കളയാൻ തോന്നുന്നില്ല. പിന്നെ ഒന്നാമത് നമ്മളെ കയ്യിൽ കാശുമില്ല. കാശുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ വീടിൻ്റെ പണി പെട്ടെന്ന് തീർന്ന് ഒരാളായാലും നമുക്കൊക്കെ ഒരു സ്വപ്നം ഉണ്ടാവില്ലേ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്വപ്നം തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലേ, അത് നല്ലൊരു വൃത്തിയുള്ളൊരു വീടില്ലേ. അപ്പോൾ അത് അള്ളാഹു തൗഫീക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയായില്ലേ, ഇനിയിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് മാറണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പലവക കൊണ്ടുവന്നിന് കുഞ്ഞാണി. അപ്പോൾ ചപ്പാത്തി, ഭയങ്കര വിശപ്പ്, രാവിലെ 8:30 കഴിക്കണ്. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ വിചാരിച്ച് ചപ്പാത്തിയൊക്കെ വിളമ്പിയതാണ്. പുതിയൊരു കലം വാങ്ങിയിട്ടോ. അപ്പോൾ അത് മയക്കുകയാണ്. അപ്പോൾ ഞാൻ കഞ്ഞിൻ്റെ വെള്ളം പറന്നുകൊണ്ട് ഇങ്ങനെ മയക്കിക്കൊണ്ടിട്ടോ. കഞ്ഞിൻ്റെ വെള്ളം പറന്ന് നല്ലോണം വെട്ടി തിളപ്പിച്ച് കഞ്ഞിവെള്ളം കളഞ്ഞ് കഴുകിക്കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ കറി വെക്കാൻ തുടങ്ങും കേട്ടോ. മൺചവൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ചട്ടി. എന്നിട്ട് പിന്നെ ഉണങ്ങിയിട്ടൊന്ന് എണ്ണ കുറവുള്ളൊക്കെ ഒന്ന് എണ്ണയും തടവിക്കൊണ്ടിട്ടോ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ വലിയ ഗോതമ്പ് ഉണ്ട്, ആ ഗോതമ്പ് ഇട്ടുങ്ങാണ്ട് കഞ്ഞി ഉണ്ടാക്കുകൊണ്ട് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ ആ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് തീമക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ വേവിക്കണം. അങ്ങനെ ചാമ്പി കടന്ന് വേവണം. കുക്കറിലൊന്നും വെച്ചാൽ ഈ ഗോതമ്പ് കഞ്ഞി രസം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഗോതമ്പ് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. അതിലിടക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. കുറച്ച് പട്ടയൊക്കെ വലിച്ചുകൊണ്ടുവന്നു. പിന്നെ പാടത്ത് പോയിങ്ങാണ്ട് ഇത് തീമിട്ടുങ്ങാണ്ട് വെന്തിട്ടില്ല, 3/4 ഭാഗം വെന്തിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം കൂടി ഉണ്ട് വേകാൻ കേട്ടോ. അപ്പോൾ ഇതിൽ നാളികേരം ചിരണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് തൂമിച്ച് കുഞ്ഞാണിക്ക് കൊടുത്താൽ നല്ല ക്ഷീണം മാറും, നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ ഈ കഞ്ഞി കുടിച്ചാൽ, ഗോതമ്പ് കഞ്ഞി കുടിച്ചാൽ. അപ്പോൾ മോളും പിന്നെ കുട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ചായക്ക് കടി ഇതാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 2 ചപ്പാത്തി വേഗം, 2 അല്ല ഒരു 5-8 ഉണ്ടാക്കിയതിൽ ബാക്കി ഉണ്ട് അവിടെ. ഇനി കുറച്ച് ദോശയും കൂടി കുട്ടികൾക്ക് വിചാരിച്ചങ്ങാണ്ട് ദോശ ഗ്യാസുമേൽ ഉണ്ടാക്കണം. അപ്പുറത്ത് ഗോതമ്പ് കഞ്ഞി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഗോതമ്പ് കഞ്ഞി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. മോളൂനും എമിക്കുട്ടനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നാളികേരമൊക്കെ ഇട്ടിട്ട് ആ ഗോതമ്പ്, വലിയ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ, ആ ഗോതമ്പ് ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് തൂമിച്ച് ഒരു സ്പൂൺ ഇട്ടാണ് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് മക്കൾക്ക്. കുഞ്ഞാണി കാക്കാക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, വെച്ചുണ്ടാക്കി കൊടുക്കും. മോൾട്ടിപ്പം ഇങ്ങോട്ട് ഇരുന്ന് വന്നിട്ട് 2 ദിവസത്തിന്. അപ്പോൾ ഓള് വരുമ്പോൾ ഞാൻ ഓൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അപ്പം ചൂടാൻ പിന്നെ ചട്ടി ചൂടാകണീൻ്റെ മുന്നേ പാർന്നിട്ടേ ആയി കിട്ടണില്ല, മൂടി വെച്ചാണ് പിന്നെ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഈ ദോശയാണ്, ഇതിക്ക് കടലക്കറി ഉണ്ടാക്കണം, ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കണം, ചോറ് ഉണ്ടാക്കണം, കൂട്ടാൻ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചക്കക്കുരു ഉണ്ട്, ചക്കക്കുരു തൊലിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചക്ക പിന്നെയും കിട്ടിട്ടോ. പിന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ ചക്ക ഉള്ള ഇതുകൊണ്ടേ അവിടുന്ന് ചക്കക്കുരുവും ചക്കയൊക്കെ കിട്ടിയിരിക്കണം. അപ്പോൾ ചക്കക്കുരു കൊണ്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിത് ഈ അപ്പം അങ്ങനെ മറിച്ചിട്ടിട്ട് കിട്ടണില്ല. ഒന്നാമത് ചട്ടി ചൂടാകാതെ നമ്മൾ ഏത് ചട്ടിയായിട്ടും കാര്യമില്ല, ഇട്ടാൽ കിട്ടൂല. ഇനി അതങ്ങോട്ട് വലിഞ്ഞിട്ട് വേണം. അപ്പോൾ ചോറ് വെക്കണം. ഇതാ ചക്കക്കുരും കുമ്പളങ്ങയും കൂടി കറി ഉണ്ടാക്കിക്കണം. നാളികേരൊന്നും അരച്ചിട്ടില്ല. കുഞ്ഞാണിയൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. മോളൂനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല നല്ല വലിയ ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ചക്കക്കുരു ഒരതി ഉടച്ചിട്ടില്ല. ഒരതി ഉടച്ചാൽ പിന്നെ അത് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഉണ്ടാവില്ല വിചാരിച്ചാൽ മെല്ലെ ഉടച്ചിട്ടുള്ളൂ, നല്ലോണം ഉടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ കല ഉണ്ടല്ലോ, പുതിയ കല, അതിൽ തന്നെയാണ് ഞാൻ വെച്ചത്. അത് മയക്കും ചെയ്തു, അത് കഴുകി ഞാൻ അതിലാണ് വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചാറിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ, ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ചാറ്, ഒരു മൺചൊവയൊന്നും ഇല്ല കേട്ടോ. പുതിയ ചട്ടിയിലാണെന്നൊന്നും തോന്നണില്ല. അപ്പോൾ ഞാനത് തിളപ്പിച്ചിട്ടേ നല്ലോണം കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന് കളഞ്ഞ് നല്ലോണം സോപ്പ് ഇട്ടുങ്ങാണ്ട് ഉള്ളങ്ങോട്ട് കഴുകി പിന്നെ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിലാണ് കറി ഉണ്ടാക്കിട്ടോ. അപ്പത്തിന് നേരം 10-10:30 ഇനിയിപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ കുറേ പട്ട
കൊണ്ടുവന്നിടണം. കാരണം ആദ്യത്തെ പട്ടയൊക്കെ ആകെ നുരുമ്പി പൊയ്ക്കണ്. അപ്പോൾ അതൊക്കെ പിന്നെ ഷെഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാന്തി കളഞ്ഞിട്ട് അത് വാരി കൊണ്ടേയിടണം തെങ്ങിൻ്റെ ചുവട്ടിൽ പള്ളിപ്പാടത്തെ. എന്നിട്ട് പിന്നെ പുതിയ പട്ട കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിടണം. കുറേ പണിയാണ്. അതിലിടയ്ക്ക് ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ പണിക്കൊക്കെ തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടിന് വന്നാൽ എന്താണെന്നറിയോ, പെരൻ്റെ മുകളിൽ പട്ട കുറേ ഇട്ടാൽ നമുക്ക് ഷെഡിൻ്റെ ഉള്ളിൽ വല്ലാതെ ചൂട് വരില്ല. പട്ട ഇട്ടാൽ നല്ല തണുപ്പാണ്. ചൂട് വരാൻ തുടങ്ങിയിട്ടില്ല, അപ്പോൾ വേനൽ തുടങ്ങിയില്ലേ. അപ്പോൾ അത് കുറച്ച് ചോറ് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിൽ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ലേശമുള്ളൂ കളയാനാവില്ല വിചാരിച്ചപ്പോൾ വെള്ളച്ചോറ് പഴഞ്ചോറ് കഴിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ചപ്പാത്തി ഇന്നപ്പോൾ ആ ചോറിന് വിശപ്പില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, തിളപ്പിച്ചങ്ങാണ്ട് ഊറ്റി. ഉച്ചക്ക് ആ ചോറ് കഴിക്കാമല്ലോ വിചാരിച്ചു. പിന്നെ ഇതാ കടല കുക്കറിൽ വേവിച്ചിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അടുപ്പത്ത് പോയി എല്ലാം കൂടിയായി വെന്ത് പണി ഒരുങ്ങി കിട്ടൂലല്ലോ വിചാരിച്ചിട്ട് പിന്നെ കടല ഗ്യാസുമ്മ വെച്ചിട്ട് നാളികേരം വറുത്തരച്ച് അതും പാർന്നു. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ ലെങ്ത്താവും വിചാരിച്ചിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്യാമല്ലോ വിചാരിച്ച്. അപ്പം എല്ലാവരും തന്നെ ചോദിക്കണേ, താത്ത വീട് കൂടിയിരിക്കൽ കഴിഞ്ഞോ നിങ്ങൾ കയറി കൂടിയോ ഒക്കെ ചോദിക്കണ്ട. അപ്പോൾ നമ്മൾ കയറി കൂടിയിട്ടില്ല. നമ്മൾ കയറി കൂടുന്നതിൻ്റെ മുന്നേ എല്ലാവരോടും പറയട്ടെ നമ്മൾ വീഡിയോ ചെയ്യട്ടോ, നമ്മളെ കൂടിയിരിക്കലിൻ്റെ വീഡിയോ ചെയ്യും. പിന്നെ പണി ഇത്രയായി എന്നൊക്കെ കാണിച്ചു തരും കേട്ടോ. എന്നിട്ടുള്ളൂ നമ്മൾ കൂടിയിരിക്കുക. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് താത്താൻ്റെ കൂടിയിരിക്കൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമൻറ്റിൽ എന്നോട് കുറേ ആൾക്കാർ നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അതിൽ കുറേ കൂട്ടുകാർ വിളിച്ചിരുന്നു. കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ കരുത്താമസത്തിന് വിളിക്കണം, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമാണ് നിങ്ങളെ വീട്ടിൽ കരുത്താമസത്തിന് വരാനെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ ശേഷം ചോറും എന്താ പറയുക ഗോതമ്പ് കഞ്ഞി റെഡിയാക്കി വെച്ചു. അത് തൂമിച്ചെടുത്ത് വെച്ചിരിക്കണം. കുഞ്ഞാളിയൊക്കെ വരുമ്പോൾ അത് കൊടുക്കണം വിട്ടേക്ക് വരുമ്പോഴേ. പിന്നെ എന്നിട്ടാണ് ഞാൻ ചോറ് തീമട്ടത് കേട്ടോ. ആ കാലം കഴിഞ്ഞാണ്ട് പിന്നെ ചോറുമിട്ട് ചോറും വെന്തു. റേഷനരി ചോറാണ് തീമട്ടത്. അപ്പോൾ അത് പെട്ടെന്ന് വേവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ പണിക്ക് തുടങ്ങാൻ. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ എല്ലാം കഴിഞ്ഞതാക്കണം. കണ്ടില്ല നമ്മളെ ഷെഡിൻ്റെ മുകളിലുള്ള പട്ട നുരുമ്പിങ്ങാണ്ട് ആകെ തയ്ക്കണം. അപ്പോൾ ഇത് ഇവിടെ ആകെ ഇങ്ങോട്ട് തട്ടി കൊട്ടി ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റൊക്കെ വലിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് പട്ടയൊക്കെ വലിച്ചിട്ട് കുഞ്ഞാണിയാക്കി ഉണ്ട്. കുഞ്ഞാണിയാക്കാക്ക് ഞാൻ വിഷക്കണീനൊക്കെ കൊടുത്തു. ഇനി ഇതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ചാക്കിലൊക്കെ ഇട്ട് കൊണ്ടുപോയി തെങ്ങിൻ്റെ ചുവട്ടിൽ കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പട്ട ഇട്ടിക്കണം കേട്ടോ പുതിയത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പട്ടാൾ കൊണ്ടുവന്നിടണം. കുറച്ച് പട്ട ഇട്ടിക്കണം, ഇനി കുറച്ചും കൂടി ഇടാനുണ്ട്. അപ്പോൾ ഒന്ന് നേരം ഒരുപാടായി അലക്കും കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതിമ്മ കൂടി ഇത് അടിച്ച് വാരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ പഴയ പട്ട നുരുമ്പിയത് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഒരു തണുപ്പും കിട്ടൂല. പച്ചപ്പട്ട അല്ല പിന്നെ അങ്ങനെ പഴുത്ത ഉണങ്ങിയ പട്ട കൊണ്ടുവന്നിടുകയാണെങ്കിൽ ചൂട് കുറേ അയിമ പോകും. നമ്മുടെ ഷെഡിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പും വരും. അപ്പോൾ അത് ഈ ചാക്കലും കൊട്ടിയിലൊക്കെ വാരി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ട് ബാക്കിയുള്ള പട്ട അതിൻ്റെ മുകളിലൊക്കെ ഇടണം. അപ്പോൾ ഇവിടെയൊക്കെ ഇനി തട്ടിക്കൊട്ടി വൃത്തിയാക്കണം, അടിച്ചു വരാനുണ്ട്. പുതിയ വീടിൻ്റെ ബേക്കിലാണല്ലോ അപ്പോൾ നമ്മളെ ഈ ഷെഡ് കുഞ്ഞു സ്വർഗം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പട്ട ഇടാൻ കിട്ടിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി പട്ട എനിക്കും കുഞ്ഞാണിയാക്കാക്കും ഉമ്മറാക്കാനോട് ചോദിച്ചിട്ടുണ്ടല്ലോ പട്ട. അപ്പോൾ ഉമ്മറാക്കങ്ങളെ ഇന്ന് പട്ട എടുത്തോളി ഇറക്കണം. അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ കണ്ടോ, നമ്മളെ ഷെഡിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ പട്ട ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല തണുപ്പും കിട്ടും. പിന്നെ അതപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇത്രക്കത്തിനുള്ള കൂട്ടുകാരെ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പട്ട ഞങ്ങൾ പിന്നെയും കൊണ്ടുവന്നതിൻ്റെ മുകളിലൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ വെയിലറച്ചാൽ നമുക്ക് ചൂടൊന്നും ഉണ്ടാവില്ല. ഇനി ഈ പട്ട പിന്നെ ആസ്പെറ്റോസിൻ്റെ ഈ ഷീറ്റൊക്കെ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് കെട്ടണം. മഴ പെയ്താൽ അല്ലെങ്കിൽ നമ്മളെ ഷെഡിൽ വീടിൻ്റെ മുന്നിലേക്ക് ആ വരാന്തിക്കാണ് വരും വെള്ളേ അരിച്ചങ്ങാണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ പട്ട ഇട്ടു. ഇനി വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു കുഞ്ഞാണിയാക്കട്ടോ. കുഞ്ഞാണിയാക്ക അത് അങ്ങനെ കെട്ടണ്. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പിടിച്ച് വലിച്ച് കെട്ടുകയാണ്. അപ്പോൾ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ മുകളിലിട്ടെ ആ താർപ്പായ, അത് കേടും വരില്ല, വെയിലും തട്ടി കേടും വരില്ല. അങ്ങനത്തെ പട്ടട്ട നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഷെഡിൻ്റെ ഉള്ളിൽ നിൽക്കാനും കടന്നുറങ്ങാനൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ അത് നല്ല തണുപ്പാണ് കേട്ടോ മക്കളെ. രാത്രി ഒന്നും ഇവിടെ നിൽക്കൂല. എത്ര ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയാലും തണുത്ത് പറക്കും. രാവിലെ ഒന്നും നീക്കാൻ തന്നെ വയ്യ. പിന്നെ ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെയുള്ള നല്ല തണുപ്പ്, മഞ്ഞ് മാസമൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തണുപ്പാണ് നമ്മളങ്ങോട്ട്. പിന്നെ നമ്മളെ ചുറ്റുവട്ടത്ത് നല്ല കഴുങ്ങും മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വല്ലാതെ വെയിൽ തട്ടൂല. എന്നാൽ തട്ടണ വെയിലിന് ചൂടാകണ്ട വിചാരിച്ചിട്ടാണ് ഈ പട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ കൂട്ടുകാർ എത്രയുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.